മക്കളെ 10ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദം എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ള രസകരമായ ഒരു സംഭവമാണ്. ഇത് ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ്? P of 1 = 0, P of 2 = 0 ആണെങ്കിൽ അതിന്റെ ഒന്നാംകൃതി ബഹുപദം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എഴുതുക എന്നാണ് ചോദിക്കുക. P of 1 = 0 എന്ന് കണ്ട ഉടനെ നിങ്ങൾ തീരുമാനിച്ചോളി x-1. ഇതിന്റെ ബാക്കിൽ ഒരു x എടുത്ത് മൈനസ് അടിച്ചാൽ മതി. x-2 രണ്ടാമത്തെ ഘടകങ്ങൾ എന്നാ പറയുന്നത്, ഫാക്ടേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഒന്നാംകൃതി ബഹുപദം എഴുതാൻ ആവശ്യപ്പെട്ടാൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എഴുതാൻ ആവശ്യപ്പെട്ടാൽ ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇതുപോലെ ഗുണിക്കാൻ എല്ലാവർക്കും വളരെ സിമ്പിൾ പരിപാടിയാണ്. x² എഴുതുക, 1ഉം 2ഉം കൂട്ടുക, ഈ ചിഹ്നം 2 മൈനസ് ആണെങ്കിൽ -3 ഇട്ട് കൊടുക്കുക, 1 2 തമ്മിൽ ഗുണിക്കുക, +2 -1 × -2 അതവിടെ എഴുതി വെച്ചിന്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി നമുക്ക് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇതാണ് സെക്കൻഡ് ഡിഗ്രി രണ്ടാംകൃതി ബഹുപദങ്ങൾ. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് x² - 5x + 6 ഇതിന്റെ ഒന്നാംകൃതി ബഹുപദത്തിന്റെ ഗുണിതമായിട്ട് എഴുതുക എന്നാണ്. ഇതിന്റെ നേരെ റിവേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരെ ഇത് എന്നാണ്ട് ഇത് എഴുതാൻ പറഞ്ഞു, ഇത് തിരിച്ചങ്ങോട്ട്. അപ്പൊ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടും, കൂട്ടിയാൽ -5 കിട്ടും ചെയ്യും. 2 × 3 6, 2 + 3 5 ആണ്. ചിഹ്നിട്ട് കൊടുക്കുക. -2 × -3 + 6 അല്ലേ? -2 -3 കൂട്ടിയാലാണ് നമുക്ക് -5 എന്നുള്ള ആൻസർ കിട്ടുക. ഓക്കെ, ആ -5 ആണ് അത് ബേസ് ചെയ്തിട്ട് അതിന്റെ ബാക്കിൽ x ഇട്ട് കൊടുത്താൽ മതി. x-2 x-3 ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കി മാറ്റാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. P of x = 0 ആയാൽ അതിന്റെ സൊല്യൂഷൻസ്, എക്സിന്റെ വാല്യൂസ് എന്താണ്? നല്ല സുഖം. -2 + -3 നേരെ ചിഹ്നം മാറ്റി എഴുതിയാൽ മതി. 2 3 എഴുതിച്ചാൽ മതി. കാരണം ഇവിടെ 2 2 കുറച്ചാൽ 0 ആവും. ഉത്തരം 0 കിട്ടണമെങ്കിൽ ആണെങ്കിലല്ലോ ഇക്വേഷൻ ആയിട്ട് മാറാം. കണ്ടില്ല നിങ്ങൾ, x = 3 എന്നുള്ള സംഗതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ K ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒരു ഘടകം അതിൽ K-ന്റെ വില എന്ത് നിൽക്കുക. അപ്പൊ P of 1 = 0 എന്ന് എഴുതും. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് K = 4 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇതെല്ലാവരും ഓർത്തേക്കണേ. K കാണുമ്പോൾ ചിലർക്ക് ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ചിലപ്പോൾ അപൂർവമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് P of x = 2x² - 7x + 9. അപ്പൊ P of 2 കാണാൻ ആവശ്യപ്പെടും. P of 2 കാണാൻ നേരിട്ട് ഒരു വാല്യൂ കിട്ടും 3 എന്നുള്ളത്. പിന്നെ ഇതിങ്ങനെ പറയും P of x - 2 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 2 സബ്ട്രാക്ട്, ഈ P of 2 കുറക്കാനാ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് അതിൽ നിന്ന് 3 എന്നുള്ള സംഖ്യ കുറച്ചാൽ മതി. 9 3 കുറക്കേണ്ട പണി ഉണ്ടാവുള്ളൂ, 6. ഇതിന്റെ സൊല്യൂഷൻ കാണാൻ പറയും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ വിചാരിച്ച മാതിരി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ -b + or - എന്നുള്ള സാധനം ഞാൻ എഴുതി വെച്ചത്. മിക്കവാറും ഇത് വെച്ചുള്ള ചോദ്യം ഉണ്ടാവില്ല പരീക്ഷയ്ക്ക്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 2-3 പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് ഇതൊന്ന് കറക്റ്റ് ഇതിലേക്ക് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവാം. ഓക്കെ.